ഹായ് എവരി വൺ. അങ്ങനെ ഇന്നൊരു റിപ്പബ്ലിക് ഡേ ആണ്. അപ്പം നമുക്കിന്ന് റിപ്പബ്ലിക് ഡേയും സൺഡേയും കൂടെ ഒരു ദിവസമാണ് വന്നത്. ഇന്ന് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അങ്ങനെ രാവിലെ എഴുന്നേറ്റു. ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. കാരണം കുറേ പ്ലാനുകളുള്ള കാരണം രാവിലെ എഴുന്നേറ്റ് എനിക്ക് വേണ്ട വെള്ളമൊക്കെ ചൂടാക്കി ഞാൻ കുടിക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ എന്നാൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും എല്ലാം ഉണ്ടാക്കി വെക്കാനുള്ള പ്ലാനാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നത് ഇന്നൊരു ടൊമാറ്റോ ചട്നിയും ദോശയുമാണ്. പിന്നെ കുറച്ച് ബീൻസ് ഇരുന്നു. അപ്പം അതെല്ലാം കൂടി അരിഞ്ഞ് വെച്ചിട്ട് ഇന്ന് രാവിലെ നമുക്ക് നമ്മുടെ ഈ ട്രിനിറ്റി എൻക്ലേവ്, ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന ട്രിനിറ്റി എൻക്ലേവ് എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ, നമ്മുടെ ഈ എൻക്ലേവിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇന്ന് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഞങ്ങൾ ടീച്ചേഴ്സിനെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തപ്പം അപ്പോൾ ശരി അതിന് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്താണെന്നറിയില്ല, എന്തിനാണ് വിളിച്ചതെന്നൊന്നും അറിയില്ല. ടീച്ചേഴ്സിന് എല്ലാവരും വരണമെന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെന്നാൽ അതിന് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ 8 മണിയാകുമ്പോഴത്തേക്ക് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്തേക്ക് എത്തണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്നാൽ ഞാൻ വിചാരിച്ചു എന്നാൽ എല്ലാം വെച്ചിട്ട് പോകണം. കാരണം ഇന്ന് ഫുൾ ഡേ നമ്മൾ എൻഗേജ്ഡാണ്. പിന്നെ ഇതിനൊന്നും കുക്കിങ്ങിനൊന്നും ടൈം കിട്ടില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ബീൻസ് ഇരുന്നിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി അരിഞ്ഞിട്ട് കുറച്ച് തോരനും വെച്ച് ഒരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കി രാവിലെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പണികളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ്. പിന്നെ ഇന്നൊരു വളരെ പ്രത്യേകതയുണ്ട്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടുണ്ട് വിദ്യ. വിദ്യയും ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകാനുള്ള പ്ലാനുമുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ എൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾ പോകാനാണ്. വിദ്യ ആക്ച്വലി ഞാൻ ഈ വീഡിയോയിൽ വിദ്യയും ഫാമിലിയും വിളിച്ചിട്ട് നമ്മുടെ വീഡിയോയിലൊന്ന് ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തിട്ട് വീട്ടിലേക്ക് വന്നിട്ടൊക്കെ ചെയ്യാമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തത് കേട്ടോ. പക്ഷേ ഇതുവരെ ഞങ്ങൾക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറേ നാളത്തെ ഒരു ഗ്യാപ്പായേ ഞങ്ങൾ കണ്ടിട്ടും വേണ്ടിയിട്ടും ഒക്കെ. അപ്പോൾ അവർ കുറച്ച് ദിവസം കൊണ്ട് വിളിക്കുന്നുണ്ട് നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പോകാമല്ലോ എന്നുള്ള പ്ലാനുണ്ട്. അപ്പോൾ ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്, സൺഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും ലീവുള്ള ദിവസമാണ്. അപ്പം ഞാനൊരു ഐഡിയ ഇട്ടു വന്നാൽ നമുക്ക് ലാൽബാഗ് ഫ്ലവർ ഷോ കാണാൻ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെയൊക്കെ ഒരു പ്ലാനിങ്ങിലാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ട്രിനിറ്റി എൻക്ലേവിൽ ഇതാണ് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ എല്ലാം നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ടീച്ചേഴ്സിനെ വിളിപ്പിച്ചത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ എൻക്ലേവിൽ ഒരു 7 to 8 to 9 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. റിട്ടയർഡ് ആയ ടീച്ചേഴ്സും ഉണ്ട്. അപ്പം ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നതെന്ന് പോലും. കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രയറൊക്കെ ചൊല്ലി ജനഗണമനയൊക്കെ ചൊല്ലി നമ്മൾ അങ്ങനെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് എല്ലാം ചെയ്തു കേട്ടോ. അപ്പോഴാണ് അറിയുന്ന സർപ്രൈസ്, ടീച്ചേഴ്സിന് ഇത്രയും വില ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ ടീച്ചറായതിന് ശരിക്കും ഞാൻ അഭിമാനിക്കുന്നു കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ ഞങ്ങൾ ടീച്ചേഴ്സിനെ എല്ലാവരും കൂടെ നിർത്തി അവർ ഫ്ലാഗ് ഹോസ്റ്റിംഗ് പ്ലാനാണ്. അപ്പം ഞങ്ങളാണ് ഇന്നത്തെ ചീഫ് ഗസ്റ്റ്, ഞങ്ങൾ ടീച്ചേഴ്സ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇത്രയും ടീച്ചേഴ്സ് ഈ നമ്മുടെ ഈ ട്രിനിറ്റി എൻക്ലേവ്, ഞങ്ങളുടെ എൻക്ലേവിൻ്റെ പേര് ട്രിനിറ്റി എന്നാണ്. അപ്പോൾ ട്രിനിറ്റി എൻക്ലേവ് ഇത് കണ്ടോ ട്രിനിറ്റി എൻക്ലേവ് റെസിഡൻഷ്യൽ അസോസിയേഷൻ. അപ്പം ഞങ്ങളിവിടെ വന്ന് ഞങ്ങൾ എന്നിട്ട് ഫ്ലാഗ് ഹോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ചെറിയ മീറ്റിംഗ് പോലെയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. എന്നിട്ട് വന്നിട്ടാണ് നമ്മൾ ടീച്ചേഴ്സിനെ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ ആരൊക്കെ ഉണ്ടെന്നും എത്ര ടീച്ചേഴ്സാണെന്നും എവിടെയാണ് വർക്ക് ചെയ്യുന്നതും എത്ര ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവുന്നും. അപ്പോൾ അവിടെ 2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. 35-36 ഇയേഴ്സ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, റിട്ടയർഡ് ആയ ടീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് അനുമോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് നമ്മൾ ടീച്ചേഴ്സിനല്ലേ. അതാണ് ഇപ്രാവശ്യത്തെ റിപ്പബ്ലിക് ഡേയുടെ സ്പെഷ്യൽ. അങ്ങനെ വിളിച്ചിട്ട് നമുക്കത് ഇതുമൊക്കെ ഇങ്ങനെ ഷോളൊക്കെ തന്നിട്ട് നമുക്ക് തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു കേട്ടോ. ഈ ടീച്ചേഴ്സിന് ഇത്രയും റെസ്പെക്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ആക്ച്വലി നമ്മൾ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ സ്കൂളിലല്ലാതെ പുറത്തിറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ടീച്ചേഴ്സിനാണ് ലൈഫ് ലോങ് നമ്മുടെ ജോബിൽ നമ്മളെ അങ്ങനെ അറിയപ്പെടുന്ന ടീച്ചർ എന്നുള്ള രീതിയിൽ. നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ നമ്മളെ എപ്പോൾ കണ്ടാലും പറയും ടീച്ചർ എന്നുള്ളൊരു റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ജോലിക്ക് അത്രയും ശരിക്കും നല്ലൊരു റെസ്പെക്റ്റ് ഉള്ളത് ജോലിയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 1 by 1 ഓരോരോ ടീച്ചേഴ്സിനെ വിളിച്ചിട്ട് ഇതൊക്കെ കുട്ടികളാണ് ഇങ്ങനെ ഇട്ട് തരുന്നത്, ഇങ്ങനെ ഷോളൊക്കെ ഇട്ട്. അപ്പം ഞാനിത് കുറേ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്കങ്ങനെ കിട്ടിയിട്ടില്ലല്ലോ. അങ്ങനെ എനിക്കും കിട്ടി കേട്ടോ. എനിക്കത് ഭയങ്കര എന്തോ ഒരു പ്രത്യേകതയായിരുന്നു. ഷോളൊക്കെ തരിക. അപ്പോൾ നമ്മൾ ആരെയോ പോലെ എന്തൊക്കെയോ ഒരു റെസ്പെക്റ്റ് തന്ന പോലെയൊക്കെ തോന്നി കേട്ടോ. ഭയങ്കര റെസ്പെക്റ്റ് സന്തോഷമൊക്കെ തോന്നി. ഇതുണ്ട് ഈ 2 ടീച്ചേഴ്സ്, ഈ ഫസ്റ്റ് വിളിച്ച 2 ടീച്ചേഴ്സും അവരൊത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് കേട്ടോ. അപ്പോൾ അവർ ഒരു 35-38, അതിൽ ഒരു ടീച്ചർ ഫസ്റ്റ് കാണിച്ചില്ല, ആ ടീച്ചർ സ്കൂളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് സ്കൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ
ഈ ടീച്ചറെ കണ്ടു. ഈ ടീച്ചറിൻ്റെ പേര് ശാന്തമ്മ എന്ന്. അപ്പോൾ ഈ ടീച്ചറും 35 to 38 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് ടീച്ചിങ് പ്രൊഫഷനിൽ. അങ്ങനെ ഓരോരുത്തരുടെയും ഈ ക്വാളിഫിക്കേഷനും അവർ പഠിച്ചതും അവരുടെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് സ്പീച്ചിൽ കേട്ടോ. അങ്ങനെ കുറേ ഇൻഫർമേഷൻ കിട്ടി. അങ്ങനെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാൻ പറ്റി. ആക്ച്വലി ഈ അസോസിയേഷനിൽ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് മുഖം കാണിക്കും പോരും. കാരണം നമ്മളെപ്പോഴും തിരക്കാണല്ലോ. ഒരു ലീവ് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഇതിലൊന്നും പോകാനേ തോന്നാറില്ല കേട്ടോ. വീട്ടിൽ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ 100,000 വേറെ കാര്യങ്ങൾ കാണും. അപ്പം നമ്മളെന്നാൽ അതെല്ലാം ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ഇരിക്കും. പക്ഷെ ടീച്ചേഴ്സിനെ മാത്രം വിളിച്ചപ്പോൾ എനിക്കൊരു സന്തോഷം. ഞാൻ ടീച്ചറെ എന്തിനായിരിക്കും വിളിച്ച്, എന്താ കാര്യം എന്നറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ. അങ്ങനെയാണ് ഞാനും അവിടെ പോയത്. ഈ ടീച്ചർ നല്ലൊരു സ്പീച്ച് തന്നിരുന്നു. കന്നഡയിലാണ് സംസാരിച്ചത്. അപ്പം നന്നായിട്ട് കുറേ എക്സ്പ്ലനേഷനൊക്കെ തന്നു ടീച്ചേഴ്സിനെ പറ്റിയും ഈ റിപ്പബ്ലിക് ഡേ പറ്റിയും. അങ്ങനെ ടീച്ചർ പിന്നെ അതിനുള്ളൊരു താങ്ക്സും ഒക്കെ പറയുമായിരുന്നു എല്ലാവരും ഇങ്ങനെ ചെയ്തതിനെ പറ്റിയൊക്കെ. അങ്ങനെ കുറേ നേരം ഈ ടീച്ചറിൻ്റെ സംസാരം ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ 1 by 1 എല്ലാവരെയും വിളിക്കുന്നുണ്ട് ഇങ്ങനെ ഇടാൻ വേണ്ടി, സ്റ്റോളൊക്കെ ഇടാൻ വേണ്ടി. എനിക്കിതൊരു ചമ്മൽ പോലെയായിരുന്നു കേട്ടോ ആദ്യം. അയ്യോ എന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നത്, എനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ്, എനിക്കൊരു 15 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആയി, എന്നാലും എന്തിനായിരിക്കും എന്നൊരു ഇതാണ്. അതുകൊണ്ട് അങ്ങനെ ഓരോരുത്തരെയായിട്ട് വിളിക്കുവാണ് ഇപ്പോൾ അവർ. ഇപ്പം ഇത് 2 ടീച്ചേഴ്സ് കഴിഞ്ഞ് ഇത് 3ാമത്തെ ടീച്ചറാണ്. പിന്നെ എല്ലാം ഫാസ്റ്റായി പോയി. അവർ 2 പേരും മാത്രമേ ഉള്ളായിരുന്നു സ്പീച്ചൊക്കെ കൊടുത്തത്. പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് കുറച്ച് സ്നാക്സും സ്വീറ്റും ഒക്കെ തന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പോകുമായിരുന്നു. വലിയ പ്രോഗ്രാമൊന്നും ഇല്ലായിരുന്നു, ഇതൊക്കെ തന്നെ. പിന്നെ NGOയിൽ നിന്ന് ഒരു ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. NGO അതായത് ആ ടീച്ചർ അങ്കണവാടി ടീച്ചറാണ്. അപ്പോൾ അവർക്ക് അവിടുത്തെ കുറേ ആകെ ഒരു 3 to 4 കുട്ടികളെ വെച്ചിട്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഈ റോഡിലൊക്കെ ഈ ജോലിക്കാരുടെ കുട്ടികളൊന്നും ജോലിക്ക് ഇങ്ങനെ റോഡിലൊക്കെ പണി ചെയ്യുന്നതൊക്കെ കണ്ടില്ല. അവരൊന്നും കുട്ടികളെ സ്കൂളിലേക്ക് വിടില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി അവരെയൊക്കെ ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ അവർ കുറേ കുട്ടികളെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, കണ്ടോ ഞാനിപ്പം ഷോൾ എടുക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെയുള്ള ടീച്ചേഴ്സിനൊക്കെ കൂടി അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇവർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവരുടെ സ്കൂളിൽ ഒരു 500 to 600 കുട്ടികളൊക്കെ ജോയിനായി. അപ്പോൾ ആരെങ്കിലും കമ്പനി വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കും ഇതിലേക്ക് നിങ്ങൾക്ക് കുട്ടികളെ ഡൊണേഷനൊക്കെ കൊടുക്കാനും ഇതിനൊക്കെ ഏറ്റെടുക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കുറച്ച് സ്പീച്ചൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ലാൽബാഗിൽ പോവുകയാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ വിദ്യ. കണ്ടോ, വിദ്യയുടെ ഹസ്ബൻഡ് സിദ്ധാന്ത്, പിന്നെ ഇവർക്ക് 2 കുട്ടികളുണ്ട്. ട്വിൻസാണ് അവർ. അങ്ങനെ നമ്മുടെ തുമ്പിക്കുട്ടിയും ഇതാണ് ഞങ്ങൾ 1.5 വയസ്സിൽ ഇവിടെ ബാംഗ്ലൂരിൽ വന്നതാണ്. അപ്പം തൊട്ട് കാണുന്നതാണ്. എന്ത് വേഗമല്ലേ കുട്ടികളൊക്കെ വളർന്നത്. ഇതാണ് തുമ്പി, പോയതാണ് തുമ്പി. നെക്സ്റ്റ് വരുന്നതാണ് തുമ്പ. ഇവർ ട്വിൻസാണ്. പക്ഷേ ഇവരുടെ ഫേസ് കണ്ട ട്വിൻസാന്ന് പറയില്ല, ഐഡൻറ്റിക്കൽ ട്വിൻസ് അല്ല കേട്ടോ. കണ്ടാൽ അവർ പറയില്ല ട്വിൻസാണെന്നുള്ളത്. പക്ഷെ ഇപ്പോൾ അവർ ഓൾമോസ്റ്റ് ഹൈറ്റൊക്കെ സെയിമായി. അത് കണ്ട ആദവന് ഭയങ്കര സന്തോഷം അവരുടെ കൂടെ. വിദ്യാൻ്റിയുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഞാനും വിദ്യയും കൂടെ ചെറിയ നാൾ സ്കൂളിൽ നിന്നോട്ടുള്ള ബന്ധമാണ്. ഞങ്ങൾ സ്കൂളിൽ പഠിച്ചു, പിന്നെ കോളേജിൽ ഒരുമിച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂരിൽ വന്നു. അങ്ങനെ ഞങ്ങൾ അന്നോട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഒരു ലോങ് ഗ്യാപ്പായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് തന്നെ. കുറേ നാളായി. പോണം നമ്മൾ എപ്പോഴും പണ്ടൊക്കെ നമ്മൾ സ്ഥിരം കാണുമായിരുന്നേ. അപ്പം നമുക്ക് ഇപ്പോൾ കുട്ടികളെല്ലാം വളർന്നുകൊണ്ട് 5 സീറ്റർ കാറുകളേ ഉള്ളൂ. ഇപ്പോൾ അവരതുകൊണ്ട് വലിയൊരു കാറൊക്കെ വാങ്ങി. ഇതാണ് ലാൽബാഗിനെ പറ്റി നിങ്ങൾക്കൊക്കെ അറിയാവോ? ഇതാണ് ലാൽബാഗ് ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലം. ഇപ്രാവശ്യത്തെ തീമെന്ന് പറഞ്ഞാൽ ആദികവി വാൽമീകിയെ പറ്റിയിട്ടുള്ളതായിരുന്നു തീം. അതിൻ്റെ ബേസിലായിരുന്നു ഇപ്രാവശ്യം ഫ്ലവർ ഷോ നടന്നത്. ഇതാണ് ബാംഗ്ലൂരിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇവിടെ ആക്ച്വലി 100-ൽ പരം സ്പീഷീസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം റിപ്പബ്ലിക് ഡേക്കും ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയാണ് ആക്ച്വലി പോയത്. ഭയങ്കര റഷായിരുന്നു കേട്ടോ. അവിടെയാണ് ഇപ്പോൾ കണ്ടത് കുട്ടികളെ ഇങ്ങനെ ഇരുത്തിയിട്ട് ഈ പെൻസിൽ ഡ്രോയിങ് ഇല്ലേ അത് വരയ്ക്കുന്നത് കണ്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് തോന്നി. ആ കൊച്ചുകുട്ടിയെ ഒരു കൊച്ചുകുട്ടിയെ അവിടെ ഇരുത്തിയിരിക്കുകയാണ്, എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തു. ആക്ച്വലി ലാൽബാഗിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ലാൽബാഗ് സ്റ്റാർട്ട് ചെയ്തത് ഹൈദരാലി സ്റ്റാർട്ട് ചെയ്തത് 1760 1760 ആക്ച്വലി ഈ ലാൽബാഗ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്തത്
ടിപ്പു സുൽത്താനാണ്. അതായത് 1760 അത് കംപ്ലീറ്റ് ചെയ്തു. ഇത് ആക്ച്വലി 240 ഏക്കേഴ്സിൽ കിടക്കുന്ന ഒരു ഒരു ഗാർഡൻ, ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ഇവിടെ കുറേ പ്ലാന്റ്സും കുറേ ചെടികളുമുണ്ട്. അതായത് പല സ്പീഷീസ് ഓഫ് പ്ലാന്റ്സും റോസസ് ഒക്കെ തന്നെ ഭയങ്കര വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ ഈ ഫ്ലവർ ഷോ ആയതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി കുറേ ഒരു 240 ഏക്കേഴ്സ്. ഇതിനകത്തൊരു ലേക്ക് ഉണ്ട്, ഒരു റോക്ക് ഉണ്ട്, ഒരു ടെമ്പിൾ ഉണ്ട്. ഇതിനകത്ത് എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്നറിയോ. കാണാനാണെങ്കിൽ ഒരു ദിവസം ഫുള്ള് നടന്ന് കാണാനുള്ളത്. എന്തോ ഒരു രസമാണെന്നറിയോ ഫ്ലവർ ഷോ കാണാൻ. ഇങ്ങനെ ഡിഫറെൻറ്റ് കളർഫുള്ളാണ് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ. എന്നിട്ട് ഇത് ഇപ്പം പിന്നെ അതിന് ശേഷം മൈസൂർ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയാണ് ഇതൊക്കെ നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത്. എന്നിട്ട് ഇവിടുത്തെ മെയിനായിട്ടുള്ള സ്പെഷ്യൽ എന്ന് പറഞ്ഞതിൽ ഇവിടെ ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട്. ഗ്ലാസ് ഹൗസ് എന്ന് പറഞ്ഞാൽ ആ ഗ്ലാസ് ഹൗസിനകത്താണ് ശരിക്കും ഈ ഫ്ലവർ ഷോ നടക്കുന്നത്. ഈ പുറത്തിപ്പോൾ ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ആയിരുന്നു. എന്നിട്ട് എന്തോ ഒരു രസമാണെന്ന് അറിയുമോ. 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ചെടികളുണ്ട് ഇവിടെ. അതായത് വലിയ ട്രീസ് ഉണ്ട് ഇവിടെ. അത് കാണാനൊക്കെ ഇത് ആക്ച്വലി ഈ തിരക്കില്ലാത്തപ്പോൾ വന്നാണ്ടല്ലോ നമുക്ക് നല്ല കൂളായിട്ട് ഇങ്ങനെ നടന്ന് കാണാം. പക്ഷേ ഞങ്ങളിന്ന് പോയ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര റഷായിരുന്നു. ഞങ്ങൾക്ക് ഗ്ലാസ് ഹൗസിനകത്തൊന്നും കയറാനേ പറ്റിയില്ല. അത്രയ്ക്ക് ക്യൂ ആയിരുന്നു. ഇതാണ് ഗ്ലാസ് ഹൗസ്. ഇത് ഉണ്ടാക്കിയിട്ട് ഓൾമോസ്റ്റ് ഇതും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ് ഈ ഗ്ലാസ് ഹൗസും. സോ ഇപ്പം ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ പ്ലേസ് ഇൻ ഇംഗ്ലണ്ടിൽ അതിൻ്റെ ഒരു രീതിയിലാണ് ഈ ഗ്ലാസ് ഹൗസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഫോട്ടോയും ഒക്കെ എടുക്കാൻ വേണ്ടി കുറേ സ്ഥലങ്ങളുണ്ട്. ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള കുറേ സ്പോട്ടുകളുണ്ട്. അതായത് ഇത് വേണ്ട ഇപ്പം ഈ ആദികവി വാത്മീകിയുടെ തീമായതുകൊണ്ട് കണ്ടോ വി എന്നൊക്കെ ഇട്ടിട്ട് ആ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടാണ് ആക്ച്വലി ഇവർ ചെയ്തിരിക്കുന്നത്. ഇത് കുറേ സ്ഥലങ്ങളുണ്ട്. ഇത് കണ്ടോ ഈ ഹാർട്ട് ഷേപ്പിലൊക്കെ ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ എന്തൊരു ഭംഗിയാണെന്ന് അറിയോ. അപ്പം അവിടെ ഒന്നും നമുക്ക് നിൽക്കാൻ സ്ഥലമല്ല, കാരണം എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരിക. ഇത് കണ്ടോ ഇതൊരു ചെടിയാണ്. ഇതെങ്ങനെയാണ് ഈ വളർന്നിരിക്കുന്നത് നോക്കിയൊക്കെ അതിൻ്റെ ഒരു ഷേപ്പ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അതിശയം തോന്നി. എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഗ്ലാസ് ഹൗസിനകം. എനിക്ക് അകത്ത് കയറാൻ പറ്റിയില്ല, അപ്പോൾ ഞാൻ പുറത്തു നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ ആ ചിതൽപുറ്റും വാത്മീകി ഇങ്ങനെ ഇരുന്നിട്ട് രാമായണം എഴുതുന്നതായിട്ടും ഇതൊക്കെയാണ് ഇപ്രാവശ്യത്തെ തീം. ഓരോ പ്രാവശ്യം ഓരോ തീമിലായിരിക്കും ഇവർ ഈ ഫ്ലവർ ഷോ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം ഇങ്ങനെ ഫ്ലവർ ഷോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇതിൻ്റെ അകത്തൊരു ഇവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട്. ഇപ്രാവശ്യത്തെ തീം റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ഇതിൻ്റെ ട്രൈ കളറിൽ ഇങ്ങനെ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പം ഞങ്ങൾ ഈ ഗ്ലാസ് ഹൗസിൻ്റെ പുറത്ത് നിന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് വന്നതേ ഉള്ളൂ. അകത്തോട്ട് കയറാൻ പറ്റിയില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. ആക്ച്വലി പിന്നെ ഒരു ദിവസം പോയിട്ട് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചിട്ടൊരു വീഡിയോ എടുക്കാവേ, ഫുൾ ലാൽബാഗിനെ പറ്റിയിട്ട്. ഇപ്പം നമുക്ക് പറ്റുന്നില്ല, കാരണം ഈ ഫ്ലവർ ഷോ നടക്കുന്നതാണ്. അത്രയ്ക്ക് ക്യൂ ആയിരുന്നു, അകത്തോട്ടൊന്നും കയറാൻ പോലും പറ്റാത്ത ക്യൂ ആയിരുന്നു. ഇത് കണ്ടു, ഇത് ഇവിടുത്തെ ബാൻഡ് ഹൗസാണ്. ഇതും ആക്ച്വലി ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള ബാൻഡ് ഹൗസാണ്. ഇപ്പം എൻട്രി അലൗഡ് അല്ല, കാരണം അതിൻ്റെ എന്തൊക്കെയോ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ചുറ്റും ഈ ചെടി കണ്ടോ എന്തൊരു ഭംഗിയായിരുന്നു ഇത് കാണാനെന്നറിയോ. ഇതിൽ തന്നെ പല കളറുകളാണ്, ലൈറ്റ് പിങ്ക്, ലാവൻഡർ കളറ്, വൈറ്റ് കളറ്. ഈ പൂ കാണാൻ എന്തൊരു ഭംഗിയാണ് എനിക്കറിയില്ല. അത് കാരണം ഞാൻ പിന്നെയും ഈ പൂവിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടേ ഇരിക്കുവാണ്. ഇതിനകത്ത് ഇങ്ങനെ കണ്ട തേൻ കുടിക്കാൻ തേനീച്ചയൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു ആൾക്കാർ ഓരോരുത്തർ നിന്നിട്ട് ഇങ്ങനെ ട്രൈ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദവന് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇന്ത്യൻ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദവനോട് ചോദിച്ചു ഇന്ത്യൻ ഫ്ലാഗ് വരച്ച് തരണോന്ന്. അപ്പോൾ ആദവ് ഇങ്ങനെ കൈ കാണിച്ചു, അവരിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ട്രൈ കളറൊക്കെ. എന്നിട്ടിങ്ങനെ ഡ്രൈ ആവാൻ വേണ്ടി ഊതി കൊടുക്കുക. അവന് ഭയങ്കര സന്തോഷമായി കേട്ടോ ഇന്ത്യൻ ഫ്ലാഗ്. പക്ഷേ നമ്മൾ ഈ കുട്ടികളുടെ അടുത്ത് ബാക്കിയുള്ള ആദ്യടുത്തും ഈ തുമ്പേടുത്തൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് വേണമെന്ന്. അപ്പോൾ അവരിപ്പോൾ വലിയ സീനിയേഴ്സ് ആയതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് കുറേ നടന്നു. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളങ്ങ് ടയേർഡായി. അപ്പോൾ കുട്ടികളെയും കൊണ്ട് കുറച്ച് നേരം ആക്ച്വലി ലാൽബാഗിൽ പോയാൽ ഇങ്ങനെ ഇരിക്കാൻ ഈ പച്ച കളറ് കാണാൻ എന്തൊരു ഭംഗിയാന്നൊരു ചെടികളുടെ. നല്ല കാറ്റും നല്ലൊരു. ഞങ്ങൾ കുറച്ച് തണലൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് എല്ലാവരും ഓരോരോ ഐസ്ക്രീമൊക്കെ വാങ്ങി നമ്മളിങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം അങ്ങനെ കുറേ ആൾക്കാർ വന്നിരിപ്പുണ്ട്. ഈ പ്രാവശ്യത്തെ ഇതിൽ മെയിനായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് പ്ലാസ്റ്റിക് ഇല്ല. അത് കാരണം ഇവിടെ വെള്ളമൊന്നും കിട്ടില്ല കേട്ടോ. നമ്മൾ ബോട്ടിലിൽ വെള്ളം കൊണ്ടുവരണം. അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം, ഈ ഐസ്ക്രീം തന്നെ അവരതിൻ്റെ കവർ എടുത്തിട്ടാണ് നമുക്ക് തരുന്നത്. കാരണം ഒന്നും ഇവിടെ ഇടാൻ പാടില്ല. അത് കാരണം അങ്ങനെ ഞങ്ങൾ
ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇതാ ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും ഒരു ചമ്മലുണ്ട് കേട്ടോ വീഡിയോയിൽ നോക്കാൻ. അങ്ങനെ ഇപ്പോൾ എൻ്റെ വീട്ടുകാരെല്ലാം സെറ്റായി, വീഡിയോ വന്നാലും നമ്മൾ വീഡിയോ ഒക്കെ എടുത്താലും ഇപ്പോൾ ഇവർക്കൊക്കെ ഒന്ന് പരിചയമായി വരുന്നുള്ളൂ. ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു മടിയാവും. നോക്ക് അതും എത്ര അടങ്ങി ഇരുന്ന് ഡീസൻറ്റ് ബോയായിട്ട് ഐസ്ക്രീം കഴിക്കുന്നത്, ഐസ്ക്രീം കിട്ടിയതിൻ്റെ സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങുമ്പോൾ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ കാണാൻ. ഞാൻ അധികമൊന്നും കവർ ചെയ്തില്ല, കാരണം ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ വെയിൽ കൊള്ളാനൊരു മടിക്ക് ഇങ്ങനെ കുറച്ച് ഷോപ്പൊക്കെ, ഞാൻ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഈ കടകളൊക്കെ ഒന്ന് കവർ ചെയ്ത് പോയതേ ഉള്ളൂ. എല്ലാ സംഭവവും കിട്ടും കേട്ടോ അവിടെ. ഭയങ്കര റഷ്, അത് കാരണം ഇങ്ങനെ നോക്കുന്നത്. കുറച്ചൊന്നും അധികമൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ കവർ ചെയ്തില്ല അധികം വീഡിയോസൊന്നും. ഇത് കേട്ടോ ചെടികൾ, ബുക്സ് കൊണ്ട് പല ടൈപ്പ് എന്താ സാധനം വേണ്ടത് അവിടെ എല്ലാം കിട്ടും. കുറേ ബുക്സുകളുടെ ഷോപ്പുണ്ട്. ഇത് കണ്ട് ഈ സീഡുകളൊക്കെ ഈ ഹോർട്ടിക്കൾച്ചറിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ്. ഒരുമാതിരി എല്ലാം നല്ലതാണ്. ഇത് കണ്ട് ഡാലിയയുടെ സീഡാണ്, ഈ പൂവും വെച്ചിട്ടുണ്ട് ഓരോ കളറിലുള്ളത്. കണ്ട് ഈ പൂവിൻ്റെ സീഡാണത്, പൂക്കളും വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ ഇത് കണ്ടോ ചക്ക കണ്ടോ, ചക്ക കണ്ടപ്പോൾ അയ്യോ ചക്കയുടെ സീസണായോ വാങ്ങിയാലോ എന്നൊക്കെ ഒന്ന് തോന്നി കേട്ടോ. കുറേ ചക്ക വെച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പം ഞങ്ങളാകെ ഇങ്ങനെ ടയേർഡായി, കുറേ ഷോപ്പിലൊന്നും ഞാൻ കവർ ചെയ്തില്ല. ഞാൻ എന്നിട്ട് 4 ചെടികളുടെ സീഡ് മേടിച്ചു. ഇത് കണ്ടോ പല ടൈപ്പ് പപ്പടം, ജാക്ക് ഫ്രൂട്ട് പപ്പടം, ബീട്രൂട്ട് പപ്പടം, അങ്ങനെ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നോക്കി. ഇനി അടുത്തതുണ്ടാകുന്നത് ഇവിടെ ഒരു ബോൺസായി പാർക്ക് എന്നും പറഞ്ഞ് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാമെന്ന് വെച്ചാൽ അതിൽ കയറി. ബോൺസായി പാർക്കിൽ പലതരം ബോൺസായിയുടെ ചെടികളുണ്ട്. അതും കൂടുതൽ ഈ ഫിഗ്, പിന്നെ പുളിയില്ല, അങ്ങനത്തെ ചെടികളൊക്കെ ഈ ബോൺസായി ആയിട്ട് വെച്ചിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ചെടികളാണത് പോലും. അതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നത്തെയാണെന്നും അതിൻ്റെ പേരും അതിൻ്റെ എല്ലാ ടൈപ്പും എങ്ങനത്തെ ടൈപ്പാണെന്നും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസം കേട്ടോ ഈ ബോൺസായിയുടെ ഈ ഗാർഡനകത്തോട്ട് കയറിയപ്പം. എന്തൊരു രസം കാണാൻ, നമുക്കിന്ന് കാണുമ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. അതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരേ ഒരു പ്രശ്നം വെയിൽ മാത്രമായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പോഴാണ് പ്രശ്നം, അവർക്ക് പറ്റില്ല അധിക ദൂരം നടക്കാനൊന്നും. അതുകൊണ്ട് ഒത്തിരി ഒന്നും കവർ ചെയ്തില്ല. പക്ഷെ അത്യാവശ്യം വേണ്ടതൊക്കെ ഞാൻ നോക്കി കണ്ടു. കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെയാണ് നിങ്ങളെ ഈ കാണിക്കുന്നത് കേട്ടോ. ഇത് മുഴുവൻ ഫിഗാണ്, പല ടൈപ്പ് ഫിഗുകളാണ്. അതിൻ്റെ എല്ലാം ഏത് ടൈപ്പാണ്, ഏതാണ് അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിംസും അതൊക്കെ എഴുതുന്നുണ്ട്. ഇതുണ്ട് ബാമ്പു വെച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് സംഭവം. അങ്ങനെ ഈ ട്രീ കണ്ടോ, ഒത്തിരി വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു ട്രീ ആണ്. ഇതും ഒരു ബോൺസായി ടൈപ്പിൽ നിൽക്കുന്ന ട്രീ ആണ്. അങ്ങനെ ഞങ്ങൾ ഇപ്പം ആ സൈഡിലോട്ടൊക്കെ കുറേ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കെട്ടിയിരിക്കണം, അങ്ങോട്ട് അലൗഡ് അല്ല, നമുക്ക് പോകാൻ വിടില്ല, നമുക്ക് ഇവിടെ നിന്ന് കാണാനേ പറ്റുള്ളൂ. കണ്ടോ ഇത് കണ്ടില്ലേ, എനിക്ക് തോന്നുന്നു അവിടെ എന്തൊക്കെയോ വർക്കുകളൊക്കെ നടക്കുകയാണ്. കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ അനുവാദമില്ല, പക്ഷേ ഇവിടെ നിന്ന് കാണാം ഇങ്ങനെ. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ സൂം ചെയ്തിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാം. അതെ, ഇത് കണ്ട് ബോൺസായിയുടെ പല ടൈപ്പ് ബോൺസായിസാണ്. ഇതിൻ്റെയൊക്കെ പേരുകളും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പ്ലാന്റിനെ പറ്റി വലിയ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും വെച്ചില്ല. ഇത് കണ്ടു, ഈ ഷേപ്പ് കണ്ടു, ഇത് കണ്ടാൽ തോന്നുന്നു ഇതിൻ്റെ അടിയിൽ ഏതോ ഒരു ജീവി ഇരിക്കുകയാണ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ വേരാണ് ഈ ഇരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്തോ ഇരിക്കുന്നതെന്ന്. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ ബാമ്പു വെച്ചിട്ടുള്ളതും ഒക്കെ. അങ്ങനെ ഞങ്ങൾ നടന്ന ഒരു പരിവായി കേട്ടോ. നമ്മൾ അവിടെ കണ്ടില്ല ഒരു ചെടി, അതുപോലത്തെ ചെടിയാണിത്. ഇതിൻ്റെ ഈ വേരും ഇതിൻ്റെ ഈ സ്റ്റെമ്മാണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ചെടിയുടെ ഈ സ്റ്റെമ്മ് കണ്ടോ, ഇങ്ങനെ നെറ്റ് പോലെ. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങളിതെല്ലാം കണ്ട് കുറച്ച് നേരം നിന്ന് കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങി. ഈ ചെടി കണ്ടു, ഇതിലൊരു പൂവുണ്ടേ, നല്ല രസമുണ്ട്, പല കളറ് പൂക്കൾ. അങ്ങനെ നമ്മൾ ലാൽബാഗിൻ്റെ ഫ്ലവർ ഷോയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ്. എല്ലാവരും നടന്നൊരു വശമായി, നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ഞങ്ങളുടെ എയിമെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോവുക, ഫുഡ് കഴിക്കുക. അങ്ങനെ ഇവരിപ്പം 7 സീറ്റർ ഒരു കാറ് വാങ്ങിയ കാരണം ഞങ്ങൾ രക്ഷപ്പെട്ടു. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു വണ്ടിയിൽ പോകാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പറയുമായിരുന്നു വിദ്യയുടെ അടുത്തൊക്കെ. ഈ പ്ലാന്റ് കണ്ടോ, ബാംഗ്ലൂരിൽ വന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു ചെടിയാണ്. അത് ഈ ഒരു സീസൺ ആകുമ്പം ഇതിൻ്റെ ഇലയെല്ലാം പോയിട്ട് പൂ മാത്രമായിരിക്കും. നല്ല പിങ്ക് കളറിൽ ഇങ്ങനെ നിൽക്കും. എന്തോ ഒരു ഭംഗിയാണെന്നറിയോ. നമ്മുടെ ഈ റോഡിൽ, ഞങ്ങളുടെ ഈ സ്ട്രീറ്റിലൊക്കെ ഒരു റോഡ് ഫുള്ള് ഇതിങ്ങനെ പൂക്കും ഈ സീസൺ ആയി കഴിയുമ്പോൾ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഈ ചെടി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമല്ലേ ഇത് കാണാൻ, നല്ലൊരു പിങ്ക് കളറാണ്. അപ്പോൾ അവിടെയും നോക്കുമ്പോൾ ഞാൻ കണ്ടിരുന്ന ആ പല കളറുള്ള പൂക്കളുള്ള ചെടിയില്ലേ, അത് കണ്ടു. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കങ്ങ് വീഡിയോ എടുക്കാൻ അങ്ങ് തോന്നിപ്പോവും.
അത്രയ്ക്ക് ഭംഗിയായി ഈ പൂ കാണാൻ. ഇത് കണ്ടോ, വൈറ്റും പിങ്കും ലാവൻഡർ കളറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ നിൽക്കുന്ന കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ്. അപ്പോൾ അത് കുറച്ച് നേരം അവിടെ നിന്നു, അങ്ങനെ ഷൂട്ടൊക്കെ ചെയ്ത്. ഇനി ഞങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ലൊക്കേഷനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക, എവിടെ പോകണം, ഫുഡ് കഴിക്കണം. അപ്പോൾ അതിൻ്റെ പ്ലാനിങ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഈ വീഡിയോ കാണുന്നവരെല്ലാം വീഡിയോ കാണണം, ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആക്ച്വലി കുറച്ച് ലേറ്റായി പോയി കേട്ടോ. ആക്ച്വലി ഫ്ലവർ ഷോ ഒക്കെ കഴിഞ്ഞു പോയി, 27th വരെ ഉള്ളായിരുന്നു. ഞാനിത് ഷൂട്ട് ചെയ്തൊക്കെ വെച്ചു, പക്ഷേ പോസ്റ്റ് ചെയ്യാൻ ടൈം എടുത്തു, എഡിറ്റ് ചെയ്യാനും ഒക്കെ ടൈം എടുത്തു, കുറച്ച് തിരക്കായിപ്പോയി. അപ്പം എല്ലാവരും വീഡിയോ കാണാൻ കണ്ടോ, ഞങ്ങളങ്ങനെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാനുള്ള തിടുക്കമായി, എല്ലാവർക്കും വിശന്ന് ഒരവശതയായി. അങ്ങനെ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തു. താങ്ക് യു. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.